നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ, അതായത് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി പ്രണയിച്ചിരുന്ന രണ്ട് പേര് ഇന്ന് വളരെ ഹാപ്പി അല്ല, ഒട്ടും സന്തോഷത്തിലും അല്ല, തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന പോലുമില്ല, ഒരു അകൽച്ച. റീസൺ എന്താണെന്ന് പോലും അവർക്ക് പറയാൻ പറ്റാത്ത ഒരു അകൽച്ചയുണ്ട്. എന്താണ് ആ ഒരു ഹാപ്പിനെസ് കുറവിനുള്ള കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. 3 കാർഡാണ് എടുക്കുന്നത്. ആദ്യത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അപ്പോൾ എന്താണ് ഈ കാർഡിൻ്റെ റീഡിങ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. 3 ഓഫ് വേർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിലെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ വളരെയധികം മനപ്രയാസത്തിലോട് കൂടിയിട്ടാണ് നിങ്ങളിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പൊരുത്തക്കേടുകളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അത് പറയാനുള്ള ഒരു പേടി, അത് അഭിമുഖീകരിക്കാനുള്ള ഒരു പേടി എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബന്ധത്തിലുണ്ടാകുന്ന ആ ഒരു വേദന, ആ ഒരു വിഷമം, ആ ഒരു സങ്കടം ഒന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുപോരാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ ഒരു ഹൃദയവേദനയിലാണ് ഇപ്പോഴും നിങ്ങൾ ഇരിക്കുന്നത്. വേർപിരിഞ്ഞ് നിൽക്കുന്നവരുണ്ടായിരിക്കും, രണ്ട് സ്ഥലത്തേക്ക് വേർപിരിഞ്ഞ് നിൽക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്നുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങളത് സംസാരിക്കാനായിട്ട് ഒരിക്കലും മാനസികമായിട്ട് റെഡി ആവണില്ല. അവരെന്ത് വിചാരിക്കും? കാരണം ഒരിക്കൽ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു, അവർ മനസ്സിലാക്കുന്നില്ലല്ലോ നിങ്ങളുടെ ക്ലാരിറ്റി, നിങ്ങൾ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും അവരത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ രണ്ടാമതൊരിക്കൽ കൂടി പറയാതിരിക്കരുത്. ചിലപ്പോൾ അവരേതെങ്കിലും ഒരു വ്യൂവിൽ മാത്രമായിരിക്കും നോക്കുന്നത്. നിങ്ങളുടെ ഇനി പറയാൻ പോകുന്ന വേർഡ്സിൽ ഏതെങ്കിലും ഒരു വേർഡായിരിക്കും അവർ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൃദയവേദന ഇല്ലാതാക്കി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമൊക്കെ തീർന്ന് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മനസ്സിനുള്ളിലുള്ള വിഷമങ്ങളാണ് നിങ്ങൾ തുറന്ന് പറയേണ്ടത് കേട്ടോ. അതായത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയവേദന, നിങ്ങൾ അനുഭവിക്കാൻ കാരണമായിട്ടുള്ള ആ വേദന, വിഷമങ്ങൾ, അതെന്താ വെച്ചാൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വലുതായിട്ട് പരിപ്പിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കോളുകൾ എടുക്കാത്ത സാഹചര്യങ്ങൾ, നിങ്ങളുടെ മെസ്സേജ് സീൻ ചെയ്യാത്ത സാഹചര്യങ്ങൾ, അതെല്ലാം അവരവരുടെ പേഴ്സണലായിട്ടുള്ള ചെറിയ ചെറിയ തിരക്കുകൾ മാറ്റി വെച്ചാണ്. പക്ഷേ നിങ്ങളതിനെ വളരെയധികം തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. അതിനെ ചോദ്യം ചെയ്ത് വലിയ വലിയ ഇഷ്യൂസിലേക്ക്, കാര്യങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും മാറാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. കാരണം തുറന്ന് സംസാരിക്കുന്നതോടുകൂടി അതെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ മൂവ് ഓൺ ചെയ്യും. അതുപോലെ തന്നെ ചിലരുടെ കാര്യത്തിൽ ഇത് വളരെ പൊതുവായിട്ട് പറയുന്നൊരു കാര്യമാണ്. ചിലരുടെ കാര്യത്തിൽ വളരെ നാളായിട്ട് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കും ലൈഫിൽ. അപ്പോൾ അതിൽ നിന്നെല്ലാം കര കയറാനുള്ളൊരു സാഹചര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷമിക്കാനും ആത്മവിശ്വാസം വീണ്ടെടുക്കാനും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇല്ലാത്ത മാനസികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിലൊക്കെ മുന്നിലേക്ക് പോകാനായിട്ട് പറ്റിയൊരു സമയം കൂടിയാണിത്. പൊതുവായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കണമെന്ന് വിചാരിക്കുന്നവർക്കും ഈ ഒരു കാർഡ് വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടീവാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാർഡ്സ് ആണ്. അതിൽ നമുക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ശക്തനായിട്ടുള്ള നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കടന്നു വരാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പുതിയൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായിട്ട് തന്നെ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തി തിരിച്ചു വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിൽ പുതുതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നൊരു വിചാരിക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയം അവസാനിപ്പിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അതിശക്തമായിട്ടൊരു പാർട്ട്ണർ കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലരുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിലും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള എല്ലാ ചാൻസസും ഈ ഒരു കാർഡിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏതൊരു ബന്ധത്തിലാണെങ്കിലും നിങ്ങൾക്ക് റിമൈൻഡർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നല്ല മനസ്സോടു കൂടിയിട്ടുള്ള സമീപനങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിങ്ങൾ
മതി, ഒറ്റയ്ക്ക് ലൈഫ് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ നാൾ ജീവിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു അതിഥി, അല്ലെങ്കിൽ നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, ആത്മവിശ്വാസം വീണ്ടെടുക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ട് നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ പെരുമാറരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ളൊരു വ്യക്തിയാണ്. ആത്മവിശ്വാസവും പോസിറ്റീവായിട്ടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവിൽ നല്ല രീതിയിൽ ശോഭിക്കാനുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ തന്നെ ആത്മവിശ്വാസത്തെ നേരിടുക. ആത്മവിശ്വാസം ഉണ്ടാക്കി പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ കഴിവും ആണെങ്കിലും എന്താണെങ്കിലും വളരെയധികം നല്ല രീതിയിലൊരു പേര് അല്ലെങ്കിൽ ഒരു ഫെയിമൊക്കെ നിങ്ങൾക്ക് എത്തിക്കാനുള്ള ചാൻസസും ഇതിലുണ്ട്. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് സ്വേർഡാണ്. ഇതിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പോയി വിഷമിച്ച് മനസ്സുകെട്ട് നിങ്ങൾ ഒരുപാട് ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട കുറേ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൈഫിൽ നിങ്ങൾ ഒരുപാട് സംസാരിച്ചും തെറ്റിദ്ധാരണയൊക്കെ ക്ലിയർ ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ കണ്ടുമുട്ടാനും അതുവഴി നല്ല പ്രധാനപ്പെട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ പുതിയൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിലവിലുള്ളൊരു ബന്ധത്തിലോ നല്ലൊരു വ്യക്തത വരുത്താനുള്ളൊരു സാഹചര്യമൊക്കെ ഈ ഒരു കാർഡിൽ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ തന്നെ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട്, അതായത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം മൂവ് ഓൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കാനും വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനുള്ളൊരു നല്ലൊരു സംഭാഷണം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ആ ആശയക്കുഴപ്പങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നേരിടണം. നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞാലുണ്ടാകുന്ന വിഷമങ്ങൾ, പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വിഷമങ്ങൾ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുക. എല്ലാ കാര്യത്തെയും വളരെയധികം ധൈര്യപൂർവ്വം നിങ്ങൾ നേരിടുക. പഴയ ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് തന്നെ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും എല്ലാം വ്യക്തമായിട്ട് പ്രകടിപ്പിക്കേണ്ട ഒരു സമയമാണത്. എന്നാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് ലൈഫ് നല്ലൊരു തീരുമാനം എടുക്കാനും സാധിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ തുറന്നു പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയാതെ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആ കാര്യം നിങ്ങളിൽ നിന്ന് അറിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ, നിങ്ങളോട് തെറ്റിദ്ധരിക്കപ്പെട്ട ആ സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നല്ലൊരു തീരുമാനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലൊരു കാര്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതൊരു പ്രസൻറ്റിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി വീണ്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം ഒരു പക്ഷേ സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുറന്നു പറയാനുള്ളൊരു അവസരമാണ്. അവർ നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് ഓപ്പണായി സംസാരിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലാരിറ്റി കൊടുക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാത്ത രീതിയിൽ സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക, പറയുക. ജീവിതത്തിൽ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കും. അവരും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളായിട്ട് ആ സത്യം തുറന്നു പറയുമ്പോൾ നല്ല രീതിയിലുള്ള വിശ്വാസം, ഒരു ബോണ്ടിങ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ നല്ലത് സംഭവിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.